ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. വേറെ ഇങ്ങോട്ടല്ല, അമ്പലത്തിലേക്കാണ് പോണത്. ഇന്ന് ഞങ്ങൾ 4 ആളും കൂടിയാണ് കേട്ടോ അമ്പലത്തിൽ പോണത്. അത് വല്ലപ്പോഴും മാത്രം നടക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഞാനും ഏട്ടനോ അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കോ അങ്ങനെയൊക്കെ ഞങ്ങൾ സാധാരണ പോവാറ് കേട്ടോ. അങ്ങനെ ഞങ്ങളത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ റോഡൊക്കെ പൊളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, 2 മഴ പെയ്യുമ്പോഴേക്ക്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ണിനെയും അപ്പൂനെയും അധികം രാവിലെ എണീക്കാൻ മടി ചെയ്തുകൊണ്ട് അവരെ കൂട്ടാതെയാണ് അധികം ഞങ്ങൾ അമ്പലത്തിൽ പോവാറ്. അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെടുവാന്ന് പറഞ്ഞൊരു ക്ഷേത്രമാണ് കേട്ടോ. അത് നമ്മളെ വള്ളിക്കുന്ന് ചിറ്റിപ്പിടി ആ ഭാഗത്തായിട്ടാണ് വരിക. ഇവിടെ നിന്നുണ്ടെങ്കിൽ 4 ക്ഷേത്രങ്ങളാണുള്ളത്. അത് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ക്ഷേത്രമാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ 3 ക്ഷേത്രം ഉണ്ട് കേട്ടോ. അവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫുള്ള് വീടുമാണ്. പിന്നെ ഈ ക്ഷേത്രങ്ങളെല്ലാം ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ. നല്ല രസമാണ്. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും ഒരു ക്ഷേത്രമാണ്. ഞങ്ങൾ ഗണപതി ക്ഷേത്രത്തിലേക്കാണ് പോണത്. അത് കുറച്ചുകൂടി ഫ്രണ്ടിലേക്കായിട്ടാണ് കേട്ടോ. 3 ദേവീക്ഷേത്രമാണെന്നാണ് തോന്നുന്നത്. പിന്നെ 1 ഗണപതി ക്ഷേത്രമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ എത്തി. ഞങ്ങൾ അധികം വരാറ് വെള്ളിയാഴ്ച ദിവസമാണ് കേട്ടോ. ഞാനും ഏട്ടനും കൂടി വരാറ്. ചില സമയത്തൊക്കെ എൻ്റെ അനിയനും ഉണ്ടാവാറുണ്ട്. പിന്നെ ഇവിടെ ഒരു അമ്മൂമ്മേനെ കാണാൻ പറ്റും. അവർ അവിടെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് കേട്ടോ അമ്പലത്തിൽ. അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഉള്ളിലേക്ക് അങ്ങനെ ക്യാമറ കൊണ്ടുപോകുന്നില്ല. പിന്നെ ഞങ്ങളധികം വരുന്നതിനെ കൊണ്ട് അവിടെ എല്ലാവർക്കും അത്യാവശ്യം പരിചയമാണ് കേട്ടോ. അങ്ങനെ അവിടെ എത്തി. ചെരുപ്പൊക്കെ അയക്കുകയാണ് ഉണ്ണിയപ്പൂ. പിന്നെ ഞങ്ങളിത് സ്കൂൾ തുറക്കണേന് തലേന്നാണ് കേട്ടോ അമ്പലത്തിൽ പോകുന്നത്. അപ്പോൾ അവർക്ക് ആ ഉറക്കക്ഷീണമൊക്കെ നന്നായിട്ടുണ്ട്. അങ്ങനെ ഉള്ളിൽ കയറാൻ പോവുകയാണ് കേട്ടോ. ഞാൻ ഇനി ക്യാമറ അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല. പിന്നെ ഞങ്ങൾ തൊഴുത് പിന്നെ കുറച്ച് നേരം അവിടെ ഇരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എവിടെ ചെന്നാലും ഇവർ കുരുത്തക്കേടിന് പ്രത്യേകിച്ച് കുറവൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിലും മുട്ടലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ 4ാമത്തെ ക്ഷേത്രം ഉണ്ടല്ലോ, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ദേവീൻ്റെ ക്ഷേത്രമാണ് കേട്ടോ. ഇവിടെ കണ്ടില്ല ഇങ്ങനെയാണ്. അവിടെയും തൊഴുതിൻ്റെ ശേഷം ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ പോയി. അപ്പം എല്ലാവർക്കും ബായ്.